മൈക്രോ ഫിനാൻസ് കേസ് വളരെ പ്രസിദ്ധമാണ്. 100-ലധികം കേസുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDPയുടെ ജനറൽ സെക്രട്ടറിക്ക് ഉറക്കം കെടുത്തുന്ന ഒരു കേസാണത്. അതിൻ്റെ പേരിൽ അദ്ദേഹം വലിയ ആക്ഷേപവും വിവാദവും ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, മൈക്രോ ഫിനാൻസ് കേസിലെ ഉദ്യോഗസ്ഥർ ഹാജരാകണം എന്നാണ് പറഞ്ഞത്. കൊച്ചിയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ സംബന്ധിച്ച വ്യക്തത വരുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാകാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. വിജിലൻസ് കോടതി സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണമാണെന്ന് വിലയിരുത്തലാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ നടപടി. അപ്പോൾ മൈക്രോ ഫിനാൻസ് കേസ് എത്രയും പെട്ടെന്ന് തീർപ്പാക്കണം എന്ന് പറഞ്ഞ്, കാരണം വെള്ളാപ്പള്ളി നടേശന് പ്രായമാകുന്നു, അപ്പോൾ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം, അല്ലെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് പറഞ്ഞ് ഒരു പരാതി പോയിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അങ്ങനെ ഹൈക്കോടതിയിൽ പരാതി പോയതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി ജസ്റ്റിസ് ബദറുദ്ദീൻ, അദ്ദേഹം ഇതുപോലത്തെ കേസുകളിൽ വളരെ കർക്കശമായ നിലപാടെടുക്കുന്ന ആളാണ്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നിലപാടുള്ള ആളാണ്, കൃത്യമായി നിലപാടുള്ള ആളാണ്. ജഡ്ജി ഒരു തീരുമാനമെടുത്തത് വിജിലൻസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അപൂർണമാണ്, അത് പകുതിയേ ഉള്ളൂ, അല്ലെങ്കിൽ അത് 100% ഇല്ല, അതുകൊണ്ട് കൃത്യമായി പങ്കെടുക്കണം എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ആ ഉത്തരവനുസരിച്ച് ഉടൻ തന്നെ ശശിധരൻ എന്ന് പറയുന്ന വിജിലൻസിൻ്റെ ഓഫീസർ അവിടെ എത്തണം. പരാതിക്കാരനായ മാരാരിക്കുളം സ്വദേശി MS അനിൽകുമാർ നൽകിയ ഉപഹർജിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഒരു കേസുണ്ട്, കുറേ കേസുകളുണ്ട്, അതിൽ എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു ഉപഹർജി മാരാരിക്കുളം സ്വദേശി MS അനിൽകുമാർ നൽകിയിരുന്നു. അതിലാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. 30 പരാതികൾ, 100ഓളം പരാതികളുണ്ട്, അതിൽ 30 പരാതികളിൽ ഫണ്ട് ദുരുപയോഗം കണ്ടെത്താനായിട്ടില്ലെന്നും 17 പരാതികളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്നുമാണ് കഴിഞ്ഞ ദിവസം ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 47 കേസ് ഓപ്പൺ ചെയ്തു, അതിൽ 30 എണ്ണത്തിൽ പരാതികളില്ല, 17 എണ്ണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. എന്തായാലും ഏതാനും കേസുകളിൽ അന്വേഷണം തുടരുകയാണെന്നും വിജിലൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100ഓളം കേസുകളുണ്ട്, 30ഓളം കേസുകൾ അന്വേഷിച്ചു. അതിൽ 30ഓളം കേസുകളിൽ ഫണ്ട് ദുരുപയോഗം കണ്ടെത്താനായിട്ടില്ല, 17ഓളം കേസുകളിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഇഴഞ്ഞു പോകുന്നു എന്നൊരു വാദമുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയൊരു വെല്ലുവിളിയാണ്. അദ്ദേഹം വളരെ നല്ല പത്മശ്രീയൊക്കെ വാങ്ങി വളരെ വലിയ ഹൈപ്പിൽ നിൽക്കുന്നൊരു സമയമാണ്. ഇപ്പോൾ കേസ് എന്താകുമെന്നറിയത്തില്ല. എന്തായാലും ജസ്റ്റിസ് ബദറുദ്ദീനാണ് ഈ കേസ് ഇപ്പോൾ ഡീൽ ചെയ്തിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജിയുടെ അടുത്താണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളി നടേശൻ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതാണ് ഒരു കൗതുകമുള്ള വാർത്ത. അങ്ങനെ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ വാർത്തയായിരിക്കും. പ്രത്യേകിച്ച് അദ്ദേഹം ഒരുപാട് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സികളിൽ ചെന്ന് വീണിട്ടുള്ള ആളാണ്. കോൺഗ്രസിനെയും VD സതീശൻ മുഖ്യമന്ത്രിയായാൽ കാക്ക മലർന്നു പരക്കുമെന്നും താൻ മീശയെടുക്കാമെന്നും തൻ്റെ രാഷ്ട്രീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാമെന്നും വലിയ രീതിയിൽ വീരവാദമൊക്കെ മുഴക്കിയതിന് അവസാനം പത്രക്കാർ ചോദിച്ചപ്പോൾ എവിടെ, എപ്പോൾ, ആര്, എങ്ങനെ പറഞ്ഞു, പോടാ, അതൊക്കെ അങ്ങനെ പറയും എന്നുള്ള ലൈനിൽ പത്രക്കാരോട് സമീപിക്കുകയൊക്കെ ചെയ്ത് അത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ അത് പക്ഷേ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളിൻ്റെ ഒരു തമാശ വെല്ലുവിളിയായിട്ട് എടുത്താൽ മതി, അല്ലാതെ സീരിയസ് ആയിട്ട് എടുക്കണ്ട. പക്ഷേ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മൈക്രോ ഫിനാൻസിൽ വെള്ളാപ്പള്ളിയെ ചുറ്റി ഒരു വള്ളിക്കെട്ടായി മാറിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി പിടിച്ച ഈ വള്ളിക്കെട്ട് ചുറ്റഴിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കോടതി ശക്തമായ നിലയിൽ വളരെ പെട്ടെന്ന് ഈ കേസ് തീർക്കണം എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപൂർണമായ റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തീർച്ചയായും അത് സമ്പൂർണ്ണമായ റിപ്പോർട്ട് വേണമെന്നും വളരെ അടിയന്തരമായി കേസ് തീർപ്പാക്കണമെന്നുള്ള കോടതിയുടെ ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. അത് വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു മേഖലയും കൂടിയാണ്.